ഈവനിങ് അതിര മാം. എല്ലാരും ഉണ്ടല്ലോ. Good evening, all. Shehnaz ma'am, shall we start? All the best to Shehnaz ma'am and Rani ma'am. We can start. Thank you, ma'am. Good evening, all. എൻ്റെ പേര് ഷഹനാസ്. ഞാൻ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആണ്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 23rd ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. വിംപിൾ അക്കാദമിയുടെ കീഴിൽ നടക്കുന്ന പ്രൊഫഷണൽ ട്രെയിനർ സ്റ്റോക്കിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ് ഇതിൽ അവതാരകരായിട്ട് വരുന്നത്. നമുക്ക് ആദ്യം പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിനെ പറ്റി കുറച്ച് സംസാരിച്ചാലോ? നമ്മൾ ഏത് കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്കൊരു ഓഡിയൻസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് വിംപിൾ അക്കാഡമി, എസ്പെഷ്യലി പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ്. ഞാൻ അതുപോലെ ഒരു കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കോഴ്സ് എടുത്ത് ഇപ്പം നിങ്ങളോട് ഈ സംസാരിക്കണ പോലും ഈ കോൺഫിഡൻസ് പോലും എനിക്ക് തന്നത് ഫൈസൽ സാറിൻ്റെയും അർച്ചന മാമിൻ്റെയും ഗൈഡൻസോടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ്, പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷേ വിംപിൾ അക്കാഡമി അത് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതിലെ ഒരു പാർട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ കൂടി. സോ ഇന്ന് നമുക്ക് ട്രെയിനേഴ്സ് ടോക്കിലേക്ക് കടക്കാം. നമ്മുടെ അവതാരകരായിട്ട് വരുന്നത് ഇന്ന് നമ്മുടെ റാണി വിനോദ് മാം ആണ്. മാം ഒരു ടീച്ചറാണ്. മാം ഒരു ബിസിനസ്സുകാരി കൂടിയാണ്. എറണാകുളത്ത് നിന്നും ആണ് മാമിൻ്റെ സ്ഥലം. പിന്നെ ആളിപ്പം നമ്മളോട് കൂടിയിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇന്നത്തെ ടോപ്പിക്ക് ക്രൈസിസ് മാനേജ്മെന്റ് ഇൻ ലൈഫാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലേ. ഏറ്റവും ഒരു ബിസിനസ്സുകാരിക്ക് എന്തുകൊണ്ടും വളരെ നന്നായിട്ട് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും ആ പോയിന്റ്സ് ഒക്കെ എടുത്ത് നമ്മുടെ ലൈഫിൽ അത് ഉപയോഗിക്കാം. വെൽക്കം റാണി മാം ടു ട്രെയിനേഴ്സ് ടോക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷെഹ്ന മാം. ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ, ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഈ ഒരു സമയം കണ്ടെത്തി എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ എത്തിച്ചേർന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. എക്സ്പെഷ്യലി വിംപിൾ അക്കാദമി, പിന്നെ എന്താ പറയാ ഫൈസൽ സർ, അർച്ചന മാം, ഇവരില്ലാതെ എന്താ മുന്നോട്ട് ഇല്ലേ. അപ്പോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ഇവിടെ ഇരിക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരാൾ ഇവിടെ എത്തിയത് തന്നെ അവർ തന്നെയാണ്. എനിക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യം എടുത്തപ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല. 10 minutes ഒക്കെ ഞങ്ങൾ നല്ല ഉഴപ്പിയാ എടുത്തത്. പക്ഷെ ഇപ്പോ എന്ത് കിട്ടിയാലും ഒന്ന് ചെയ്യാമെന്നൊരു ധൈര്യം ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും ഫൈസൽ സാറിന്റെയും അർച്ചന മാമിന്റെയും ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. പിന്നെ എന്റെ കൂട്ടുകാര്, അവര് ഭയങ്കര സപ്പോർട്ടാട്ടോ. നമുക്ക് പൊളിക്കണം എന്ന് അർച്ചന മാം പറഞ്ഞ പോലെ ഓരോ ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ പൊളിച്ചു തുടങ്ങുക. അപ്പോ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം. അപ്പം നമ്മുടെ ലൈഫിലെ നമ്മൾ ചോദിച്ചോട്ടെ, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നിയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? Yes, definitely. ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ആദ്യം കുറെ വിഷമിക്കും, കരയും, ദേഷ്യം തോന്നും. പിന്നെ അത് കഴിഞ്ഞ് we regain. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അതൊരു ഫീല് ചെയ്യാതെ നമുക്ക് ജീവിതം മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. മുന്നോട്ട് പോവാനായിട്ട് നമുക്ക് വലിയൊരു കറേജ് ആണ് തരുന്നത്. എന്തും നേരിടാനുള്ള ഒരു ശക്തി, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒരു വലിയൊരു അനുഭവം ആണ് ശരിക്കും തരുന്നത്. ഒരു പ്രോബ്ലം വന്നാല് നമുക്ക് പെട്ടെന്ന് എന്താ തോന്നുക? പേടി വരുമോ? പേടിയുണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ എന്ത് ചെയ്യും നെക്സ്റ്റ്? പിന്നെ നമ്മളതെങ്ങനെ ഓവർകം ചെയ്യാന്ന് ചിന്തിക്കും. എന്ത് മാർഗമുണ്ട് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനെന്നുള്ളത് ചിന്ത വരും, ചിന്തിക്കും. ഏറ്റവും അടുത്ത ആരോടെങ്കിലും ചോദിക്കും ഈ പരിപാടിയായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ. താങ്ക് യു ഓൾ. ടെൻഷൻ ആവും അല്ലെ? ടെൻഷൻ ഉണ്ടാവും. പെട്ടെന്ന് പാനിക് ആവുന്ന ആളുകളുണ്ടോ അതിനകത്ത്? പ്രോബ്ലംസ് വരുമ്പോ പാനിക് ആവാറുണ്ടോ? അതെല്ലാവരും തന്നെ പാനിക് ആവില്ലേ? അതെ, പാനിക് ആവും അല്ലെ. പിന്നെ ഓവർ തിങ്കിങ് ആവും. അത് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അതും എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് ശരിക്കും അല്ലെ. ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോ ഈ ഓവർ തിങ്കിങ് ആയാലും പാനിക് ആവുന്നതായാലും അല്ലെങ്കിൽ പേടി വരുന്നതായാലും ശരിക്കും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ലേ.
നമ്മളെ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ലോസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല്, അല്ലെ? നമ്മൾക്ക് നമ്മളേതായിട്ട് ഇരുന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത ഒരവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പൊ ഒരു ചെറിയ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് അയച്ചതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അറിയാൻ വെച്ചാൽ അയാളത് റിപ്ലൈ ചെയ്യുന്നില്ല, ചിലപ്പോൾ കണ്ടിട്ട് പോലും റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്താ റിപ്ലൈ ചെയ്യാത്ത? ഒരുപാട് ആലോചിച്ചു കൂട്ടും. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ? അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു ഗ്ലാസോ ഒരു എന്തെങ്കിലും കയ്യിൽ നിന്ന് വീണുടഞ്ഞു, പെട്ടെന്ന് നമ്മൾ പേടിക്കും, അല്ലെങ്കിൽ നമുക്കത് എന്തോ അറിയില്ല, നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ പിന്നെ വേറൊരാൾ നമ്മളോട് ഇപ്പൊ വഴിയിൽ വെച്ച് കുറച്ച് മോശമായിട്ട് പെരുമാറി, നമ്മളത് അയാളുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് അങ്ങനെ ഒരു മോശം അനുഭവം നമുക്ക് ഉണ്ടാവുമ്പോൾ അപ്പോഴും നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലേ? ഉണ്ടായിട്ടുണ്ടോ എല്ലാവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ? ഉണ്ടായിട്ടുണ്ട്. വാട്സാപ്പിൽ റിപ്ലൈ വന്നില്ലെങ്കിൽ ഞാൻ ചിന്തിക്കും. വാട്സാപ്പില് വേറൊരു പ്രശ്നമുണ്ട്. തെറ്റിച്ച ആൾക്ക് മെസ്സേജ് വിട്ടാലും വലിയ ടെൻഷൻ. അതെ. വാട്സപ്പ് ഇപ്പൊ ഒരു വില്ലനായിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയല്ലേ? അപ്പൊ പ്രോബ്ലം ഇത് ചെറുതായിരിക്കും. ഇപ്പോ അയാളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടിപ്പോയ ഒരു ഗ്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ആളുടെ ആ സമയത്ത് മൂഡിന്റെ വ്യത്യാസമായിരിക്കാം, ആ ഒരു നമ്മളോടുള്ള പെരുമാറ്റത്തിൽ ഉണ്ടായ വ്യത്യാസം. ഇതൊക്കെ ചെറുതായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതിനിങ്ങനെ കുറച്ച് മസാല ഇട്ട് കുറച്ച് പൊടിയിട്ടൊക്കെ കുക്ക് ചെയ്ത് അതിനെ വലുതാക്കി എടുക്കും, അല്ലെ? പിന്നെ വീട്ടിൽ പോയിട്ട് ഉറക്കമില്ല, സമാധാനം ഇല്ല, ടെൻഷൻ ഇല്ല. അതൊന്ന് ഫ്രീ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, അല്ലെ? ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലായിടത്തും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാൻ പറ്റും, എന്ന് വെച്ചാൽ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പുതുമയല്ല. പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഓവർകം ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പം ഈ നമ്മുടെ ലൈഫിൽ വരുന്ന നമ്മുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികൾ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഒരു 20 പോയിന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾ എൻ്റെ കൂടെ പങ്കുവയ്ക്കുക. കാര്യം എല്ലാവരും ഒരു പുതുമയുള്ള ഒരു സംഭവമല്ല, എല്ലാവരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ അനുഭവങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നോ അത് സംഭവിക്കണ്ടായിരുന്നു എന്നോ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? നമ്മൾ അതിനെ അംഗീകരിക്കണം. ഇപ്പം നമ്മളതിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം ആ പ്രോബ്ലം ഇങ്ങനെ നമ്മളെ മുന്നോട്ട്, ആ പ്രോബ്ലമായിട്ട് തന്നെ മുന്നോട്ട് പോവുള്ളൂ. അത് അംഗീകരിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് വേഗത്തിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് നെക്സ്റ്റിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്ക് വന്നു, ആദ്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ശരി, എന്റെ ജോലി പോയി, വാട്ട് നെക്സ്റ്റ്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞാൻ അടുത്ത ജോലി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ റിലേഷൻഷിപ്പിലോ അതിൽ വന്ന ബ്രേക്ക് അത് എന്തുകൊണ്ടാണ്, ഞാനത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, നമുക്ക് ആദ്യം നമ്മളൊന്ന് ശാന്തത പാലിക്കുക, നമ്മൾ കാം ആവുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു പെട്ടെന്ന് പേടിക്കും, പാനിക് ആവും എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ പാനിക് ആവുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഡിസിഷൻസും ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ അതിൻ്റെതായ ന്യൂനതകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് കാം ആവുക, അതിനുശേഷം തീരുമാനിക്കുക. അതിനുശേഷം നമ്മൾ ക്ലാരിറ്റി വരുത്തുക. നമ്മളുടെ പ്രോബ്ലം എന്തായിരുന്നു, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, അതിനൊരു ക്ലാരിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ തന്നെ രണ്ടുപേരും ഒരേപോലെ ആർഗ്യൂ ചെയ്താല്, ദേഷ്യം പിടിച്ചാല് ആ പ്രോബ്ലം സോൾവ് ആവുമോ? ഇല്ല. അപ്പൊ ഒരാള് വയലന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരാൾ ദേഷ്യത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേയാള് ഒന്ന് കാമാവുക. കുറച്ച് സമയത്തിന് ശേഷം അയാൾ അത് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് തിരുത്താൻ പറ്റും. അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കോ വഴക്കിലേക്കോ ഒക്കെ അത് മാറിപ്പോവും. എന്റെ ലൈഫിൽ എന്റെ അമ്മ
ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ശീലമാണത്. അച്ഛൻ എത്ര ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചു കഴിഞ്ഞാലും അമ്മ ആദ്യം പറയാൻ ശ്രമിക്കുമെങ്കിലും പിന്നെ അമ്മ അങ്ങ് സൈലന്റ് ആവും. അതിനുശേഷം എനിക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അമ്മ പോയി അത് പറഞ്ഞ് മനസ്സിലാക്കി എന്താണോ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആ രൂപത്തിലേക്ക് വരുമായിരുന്നു. ഇപ്പൊ ഞാനും ഇടയ്ക്കൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ എന്താ അറിയില്ല, സാഹചര്യം ഈ പറഞ്ഞുള്ള നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണോ കയ്യിലിരിപ്പിന്റെ മോശമാണോ പലപ്പോഴും ഫെയിൽ ആവാനാണ് പതിവ്. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിങ്ങനെയുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശീലമാണത്. ഒന്ന് സൈലന്റ് ആയിട്ട് അയാളെ കേൾക്കാൻ തയ്യാറാവുക. അപ്പൊ അയാൾ അവിടെ തണുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കാൻ ഉണ്ടായിരിക്കുക, ഒന്ന് പോസ് ചെയ്യുക. നമുക്കിപ്പോ വഴി കൂടെ പോകുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ അയാള് നമ്മളെ ആരെങ്കിലും വഴക്ക് പറയാണോ എന്തെങ്കിലും ചെയ്യാനോ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാണ്ടിരിക്കുക. നമ്മളെവിടെയെങ്കിലും ഗ്രൂപ്പിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോ അയാളൊരു തമാശയായി പറയുന്ന കമന്റ് ആണെങ്കിൽ പോലും അത് നമുക്ക് ചിലപ്പോൾ ഹേർട്ട് ആവുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ അപമാനിക്കപ്പെട്ടു എന്ന തോന്നലിലൊക്കെ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കുക, ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആലോചിക്കുക, ഞാൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പറ്റുക, ഭാവിയിലേക്ക് എനിക്കിത് ദോഷം ചെയ്യും, ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കുക. ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അവൻ ഉദ്ദേശിച്ചത് എന്തായിരിക്കും, ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതൊന്ന് ചിന്തിക്കുക. അതിപ്പോ എവിടെയാണെങ്കിലും ഇപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പ് പറഞ്ഞില്ലേ, മെസ്സേജ് വരിക, ഉടനെ തന്നെ റിപ്ലൈ അയക്കുക, നീ എന്നെ അങ്ങനെ പറഞ്ഞു, അടുത്ത റിപ്ലൈ അവിടെ നിന്ന് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മെസ്സേജ് ആണ് അവിടെ കൺവേ ചെയ്തതെന്ന് പോലും അറിയാതെയാണ് പലരും ആർഗ്യുമെന്റിൽ എടുപ്പെടുക. അതുപോലെ തന്നെ ഓഫീസ് സിറ്റുവേഷൻസ്, ഓഫീസിൽ ഈ പറഞ്ഞ പോലെ അവരവരുടെ വർക്കിൽ എല്ലാവർക്കും ഈഗോ ഉണ്ടാവും. അപ്പൊ ആ സമയത്തും ഇതേപോലെയുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളുടെ റിലേഷൻഷിപ്പിനെയും നമ്മുടെ ബന്ധങ്ങളെയും തകർക്കും. അതുകൊണ്ട് നമ്മൾ എന്തിനും പ്രതികരിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യുക, ഒന്ന് ആലോചിച്ച് അതിന് ശേഷം മാത്രം ഉത്തരം പറയുക. അത് ശരിക്കും പറഞ്ഞ ഒരു മെച്യൂരിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രതികരണം നല്ല രീതിയിൽ നടത്താനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെച്യൂരിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് പ്രതിസന്ധി വ്യക്തമായി നിർവചിക്കുക. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുക, നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് കാര്യം ഉണ്ടാവുമോ? എന്താണ്, നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ഓരോരുത്തരും പ്രതികരിക്കേണ്ടത്? അതെ, നമ്മൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കുക. ഇപ്പോ നമുക്കിപ്പോ പറഞ്ഞ പോലെ ജോലി പോയി എന്നത് മനസ്സിലാക്കാതെ എനിക്ക് ടെൻഷനാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എന്താണ് എന്റെ പ്രോബ്ലം? എന്റെ ജോലി പോയി. ആ ജോലി തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ജോലിക്ക് വേറൊരു സോഴ്സിൽ നിന്ന് എനിക്കതിന്റെ ഇൻകം ഞാൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് ടെൻഷനാണെന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമുണ്ടോ? ഇല്ല, അല്ലേ? അത് വേഗാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമ്മൾ ആ ജോബ് ഇൻസെക്യൂരിറ്റിനെ അത് ക്ലാരിഫൈ ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം. ക്ലാരിറ്റി കിട്ടുമ്പോൾ മാത്രമാണ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. പിന്നെ അത് നമുക്കപ്പോ ആ രീതിയിൽ നമുക്കതിനെ പരിഹരിക്കാൻ കഴിയും. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മുടെ ഒരുപാട് പ്രോബ്ലംസ് ഒന്നിച്ചു വരും. ഇപ്പോ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഫാമിലി പ്രോബ്ലം ഉണ്ടാവാം, ഫൈനാൻഷ്യൽ ഉണ്ടാവാം, ചുറ്റുപാട് ഉണ്ടാവാം. ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ഒരു സമയമുണ്ട്, അല്ലെ? ഫൈനാൻഷ്യലി തന്നെ പ്രശ്നമായാൽ തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരും, പുറകെ എത്തും. നമ്മള് ഹെൽത്ത് ശ്രദ്ധിക്കാണ്ട് വരും, ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരും, ഈ ചുറ്റുപാടുകൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് തോന്നും നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു ഫീലൊക്കെ വരും. ഫൈനാൻഷ്യലി ക്രൈസിസ് ആണ് ഇതിന് മൂല കാരണമായിട്ട് വരാറുള്ളത്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒന്നിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതിന് ഓരോ ഭാഗത്തു നിന്നും ഓരോന്നായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മളൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് തന്നെ എടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ എക്സ്പെൻസ് ചെക്ക് ചെയ്യാം. നമുക്ക് എന്ത് എക്സ്പെൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻകം എന്ത് വരുന്നുണ്ട് എന്ന് നോക്കുക. ഇൻകം സോഴ്സ് എന്താന്ന് നോക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് മാറ്റിവെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എനിക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കുക. ഇതുപോലെ
വലിയ പ്രശ്നങ്ങളെ ചെറുതാക്കി നമ്മുടെ വരുതിയിലേക്ക് വരുത്തി അതിനെ ഒന്നൊന്നായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയ മെന്റൽ പ്രഷറോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ മാത്രം ശ്രദ്ധിക്കുക. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ ഇമോഷൻസ് ആദ്യമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതിന്. അതെ, നമ്മുടെ ആക്ഷനും നമ്മുടെ റിയാക്ഷനും മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. വേറെ ആളുടെ ആക്ഷനോ റിയാക്ഷനോ അയാളുടെ തോട്ട് പ്രോസസ്സോ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് കൺട്രോൾ ഉള്ളത് നമ്മൾ ചെയ്യാം. പിന്നെ നമ്മുടെ പാസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി, സംഭവിച്ചു. ഇനിയിപ്പോ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരിതും നമുക്കില്ല. അപ്പൊ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവരോട് കൂടുതൽ ഇമോഷണലി നമ്മുടെ വികാരങ്ങൾ നമ്മൾ പടർത്തി വിടുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെതിരെ എന്ത് ആക്ഷൻ എടുക്കാമെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ തിരിച്ചുള്ള ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്നോ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് വിട്ടേക്കുക. നമ്മുടെ പാട്ട് മാത്രം നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ സംഭവിച്ചു പോയ കാര്യങ്ങൾ അത് സംഭവിച്ചു പോയി, അതിനെതിരെ നമ്മൾ പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല. അടുത്തെന്ന് പറയുന്നത് വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നാണ്, ഇമോഷണൽ ബാലൻസ്. ഇപ്പം ഈ ക്രൈസിസും ഇതൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പാനിക് ആവുന്നതും ടെൻഷൻ ആവുന്നതും ദേഷ്യം വരുന്നതും സങ്കടം വരുന്നതും ഒക്കെ നമ്മുടെ വികാരങ്ങളാണ്. ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാനുള്ള ഈ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാമെന്നല്ല, ഇത് സ്വാഭാവികമാണ്. അത് വന്നു പോവും ആ സമയത്ത്. അതിനകത്ത് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാനില്ല. അത് നമ്മുടെ എല്ലാ മനുഷ്യർക്കുള്ളതാണ്. നമ്മൾ പ്രതികരിച്ചു പോവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നമ്മുടേതായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ ഇമോഷന്റെ പേരിലോ അല്ലെങ്കിൽ ആ നേരത്തുണ്ടാകുന്ന വികാരത്തിന്റെ പേരിൽ ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു ദേഷ്യത്തിലെടുത്ത തീരുമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് ആയിരിക്കും ചെല്ലുക. ഇപ്പൊ തന്നെ നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു പിണക്കമായിട്ടോ വഴക്കായിട്ടോ ഇപ്പോഴും ഉണ്ടാവും. അത് ചിലപ്പോൾ ജീവിതാവസാനം വരെ കൊണ്ടുപോകും. എന്നാലും അതൊന്ന് സോൾവ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ല. എല്ലാവരുടെ ഉള്ളിൽ ഒരു റിഗ്രറ്റ് ഉണ്ടാവും, അത് ഉള്ളിൽ കിടപ്പുണ്ടാവും. ഞാൻ അന്ന് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു വഴക്കോ അല്ലെങ്കിൽ ആ ഒരു ബന്ധമോ എന്നിൽ നിന്ന് നഷ്ടമാവില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല ഇതിനകത്ത്? ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. യെസ്, ഉണ്ട്. പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. അതെ, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാമായിരുന്നു, ഞാനത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അത്. ആരാണെന്ന് ഞാൻ പറയുന്നത്, പക്ഷെ എനിക്ക് ഞാനൊരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ലൈഫ് തന്നെ രക്ഷപ്പെട്ടു പോയാനെ എന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് എനിക്കിനി തിരുത്താൻ പറ്റില്ല. എന്റെ ലൈഫിൽ അത് കഴിഞ്ഞുപോയി, അതുകൊണ്ട് എനിക്കത് തിരുത്താൻ പറ്റില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അതെന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്നെ തന്നെ മറന്നിട്ടാണ് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാറുള്ളത്. അത് ഒരു എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കത് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട അടുത്ത പോയിന്റാണ് പിന്തുണ തേടുക, ഒരു സപ്പോർട്ട്. എന്ത് പ്രശ്നം വന്നാലും എന്ത് ക്രൈസിസ് വന്നാലും നമ്മൾ സ്വയം ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ എന്റെ ദുഃഖമല്ലേ എന്റെ സങ്കടമല്ലേ ഞാൻ അങ്ങ് അനുഭവിച്ച് തീർത്തേക്കാം എന്ന് വിചാരിക്കരുത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈഗോയുടെ തന്നെ വേറൊരു ഭാവമാണ്. ഒരു ഈഗോ ആണെന്ന് തന്നെ പറയാം. നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ സപ്പോർട്ട് എടുക്കൂ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് പറയൂ, അതൊരു നല്ല കാര്യമല്ലേ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്ന ആള് നമ്മൾക്ക് വിശ്വസ്തനായിരിക്കണം, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ വികാരങ്ങളെയും ഏറ്റെടുത്ത് നമുക്കൊരു സമാധാനം നൽകാനായിട്ട് അയാൾക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എല്ലാവരോടത്തും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, അല്ലേ? അപ്പം സംസാരിക്കുന്നത്, നമ്മുടെ പറഞ്ഞു തുറന്നു പറയാൻ കഴിയുന്നത് ഒരു ഹീലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആശ്വാസമാണ് നമുക്ക് നൽകുക. അത്തരത്തിലൊരാള് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവും അത്തരത്തിലുള്ള.
അതൊരു വല്ലാത്ത ബ്ലെസ്സിങ് ആണ് അല്ലെ? നമ്മള് സങ്കടം വരുമ്പോൾ കണ്ണ് നിറയുമ്പോ അല്ലെങ്കിൽ മനസ്സൊന്ന് കലങ്ങുമ്പോ ഓർമ്മ വരുന്ന ഒരു മുഖം, അതൊരു വല്ലാത്തൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞ. അപ്പം അങ്ങനെ പറയാൻ കഴിയുക എന്നതും അങ്ങനെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നതും ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനും നമുക്ക് അത്തരത്തിലൊരാളുടെ സഹായം സ്വീകരിക്കാവുന്നതാണ്. ഒരു നല്ല ലിസണർ ആണ് എങ്കിൽ അയാൾ നമ്മുടെ സ്ട്രെസ് 50% നമുക്ക് കുറയ്ക്കാം. പിന്നെ ബാക്കി എന്താണ്? അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഉത്തരമാണ്. അപ്പൊ ഒരു സപ്പോർട്ട് എപ്പോഴും എല്ലാ കാര്യത്തിലും സ്വീകരിക്കുക എന്നത് ഒരു ഈഗോ അല്ലെങ്കിൽ കുറച്ചിലായിട്ടോ അല്ലെങ്കിൽ ഒരു കുറവായിട്ടോ കണക്കാക്കേണ്ട. നമുക്കത് സ്വീകരിച്ച് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ്, മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക. അത് നമ്മുടെ കാരണന്മാരും അല്ലെ പൂർവികരൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഇത്രയും കാലമായിട്ട് നീ ഇത് പഠിച്ചില്ലേ നീ ചോദിക്കും അല്ലെ? എത്ര അനുഭവമായി നിനക്ക്, എന്നിട്ട് ഇതൊന്നും നീ ഇതുവരെ പഠിച്ചില്ലേ നീ ചോദിക്കും. എവിടെ നമ്മള് പിന്നെ പല കാര്യത്തിലും പണ്ടത്തെ ചങ്കരം തെങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയാ ചില കാര്യങ്ങളിലൊക്കെ അല്ലെ. നന്നാവാൻ നമ്മളും തീരുമാനിച്ചിട്ടില്ല, അവരോട്ടും നമ്മളെ നന്നാക്കത്തുമില്ല. മിക്കവാറും അത് ഈ സഹായങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലായിരിക്കും. നമുക്കറിയാം ഇതൊന്നും ശരിയാവില്ല, എന്നാലും എന്ത് ചെയ്യും, നമ്മൾ പിന്നെയും പോയി വീഴും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇതിന് മുമ്പ് നമ്മൾ പല ക്രൈസിസും ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങൾക്കും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അടുത്ത ഒരു ക്രൈസിസ് അതേപോലെ വരുമ്പോ അപ്പൊ നമ്മുടെ മുൻകാലത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് പോരാടിയത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്തത് എന്നൊക്കെ ഒന്ന് വീണ്ടും അനലൈസ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ഫലത്തിലായിട്ടുണ്ടോ എന്നറിയാം. ഇല്ലെങ്കിൽ അതേപോലെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള മറ്റുള്ളവരുടെ അനുഭവങ്ങൾ സ്വീകരിക്കുക. ഇപ്പം ഒരാൾ പറയുന്നുണ്ട്, ശരി എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനത് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്. അത് നമുക്കും കൂടെ സ്വീകാര്യമാകുന്ന ഒരു മാർഗമാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് വിശ്വാസമുണ്ട്, ഓക്കെ ഞാനത് ചെയ്താൽ ശരിയാമെങ്കിൽ മറ്റൊരാളുടെ അനുഭവം നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ പാസ്റ്റ് ഫെയിലിയർ ആണ് നമുക്ക് ഫ്യൂച്ചർ ഗൈഡൻസ് നൽകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുമ്പുണ്ടായ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. ഇത് നമ്മുടെ ക്രൈസിസ് മാനേജ്മെന്റിലെ ഒരു അധ്യായമാണ്. പിന്നെ അടുത്തത് പറയുന്നത് ദീർഘകാലം ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത്യാവശ്യം നന്നായിട്ടൊന്ന് ആലോചിക്കുക, ഒന്ന് ഇരുത്തി ആലോചിക്കുക എന്നൊക്കെ പറയും. നമ്മുടെ പൂർവികർ അങ്ങനെ തന്നെ, കാരണന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുക അല്ലെ? ചിന്തിച്ച് തീരുമാനിക്കണം, എന്നാൽ മാത്രമാണ് ഉത്തരത്തിലുള്ളതും അടുത്തെത്തുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന പറഞ്ഞാല്, ഇനി ഞാൻ ഈ ഒരു തീരുമാനം എടുത്താല് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു തീരുമാനത്തിൽ പോയി കഴിഞ്ഞാല് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ മുന്നോട്ടുണ്ടാവുമോ? അതെനിക്ക് നല്ലതായിരിക്കുമോ, അത് ചീത്തയായിരിക്കുമോ, അത് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അത് എന്നെ ഏത് വഴിക്കാണ് നയിക്കുക? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചുറപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ ഇത് എടുക്കുന്നത് കൊണ്ട് എന്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ എന്റെ ഇതിനോ എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ? എല്ലാം അതേപോലെ നോക്കി ചെയ്യണം എന്നല്ല, എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മളൊന്ന് ആലോചിക്കുക, ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് മുന്നോട്ട് എനിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ നന്മകളാണ് എനിക്ക് മുന്നോട്ടുണ്ടാവുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, അന്ന് ഞാൻ ചെയ്ത ഒരു ചെറിയ പ്രവൃത്തി അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു ചെറിയ കാര്യമാണ് ഇന്നത്തെ എന്റെ ഇത്രയും വലിയൊരു പ്രോഗ്രസിന് കാരണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ തോന്നും. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ വിംബിളിന്റെ ഈ കോഴ്സിൽ എന്റെ ഒരു മാഷാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ എന്തിനാ മാഷെ, എനിക്കിതൊന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല. ഒന്നാമത് ഈ ഓൺലൈൻ എന്ന് പറയുന്ന കാര്യം തന്നെ എനിക്ക് അത്ര ശരിയല്ല. അവര് പറഞ്ഞ എങ്ങനെയാ മാഷെ ശരിയാവാ? സാരല്ല, നീ ഒന്ന് പോയി ചേർന്ന് നോക്കൂ, അത്ര സോഫ്റ്റ് ആയിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത്. മാഷെ ശരിയാവത്തില്ല, ഇല്ല നീ ചേരൂ, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുന്നത് ഇതിനകത്തേക്ക്. അന്ന് ഞാൻ വരാൻ കാണിച്ച ഒരു തീരുമാനം ഉണ്ടല്ലോ, അതെനിക്കിപ്പോ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ കിട്ടുന്ന സുഹൃത്തുക്കളെ കിട്ടി. പിന്നെ എന്തെങ്കിലും ഉപദേശം ചോദിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഫൈസൽ സാറിനെ വിളിച്ചിരുന്നു, എനിക്കൊരു കോഴ്സിന് ചേരണമായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, ഇതിനകത്ത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കണ്ട, ഫൈസൽ സാറിനെ ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന്. അപ്പൊ ഞാൻ ഫൈസൽ സാറിനെ വിളിച്ചു ചോദിച്ചു, സാറേ എനിക്ക് ഇതേപോലെ സൈക്കോളജിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഉപയോഗം, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യട്ടെ, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ചുമ്മാ ഇരിക്കണ്ട, ഇനിയിപ്പോ അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറി ഞാൻ ശരിക്കും പറഞ്ഞു. അപ്പൊ
വേണമെന്ന് തോന്നുന്നു. അപ്പൊ സാർ പറഞ്ഞു ഇന്ന കോഴ്സ് ഉണ്ട്, അപ്പൊ അത് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. ശരി, ഞാൻ അത് ജോയിൻ ചെയ്തു. അപ്പം ഇതുപോലെ ആ ഒരു ചെറിയ തീരുമാനം, അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് ഇങ്ങനെ ഒതുങ്ങി പോകേണ്ട ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു ചെറിയ തീരുമാനമാണ് ശരിക്കും നിങ്ങളെ ഇങ്ങനെ ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അതുപോലെ ചെറിയ തീരുമാനങ്ങൾ നിങ്ങൾക്കും ഇല്ലേ? ഉണ്ടോ? ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് ഉണ്ട് ഡെഫിനറ്റ്ലി റാണി മാം. ഓക്കെ. അപ്പൊ ചെറിയ തീരുമാനങ്ങളാണെന്ന് വിചാരിക്കേണ്ട, അത് നമ്മുടെ വലിയ നേട്ടങ്ങളായിട്ട് ഒരുപക്ഷെ മാറും. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ദീർഘകാലം നമ്മൾ ചിന്തിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്തേ നമ്മൾ ആകെ ഉറക്കം പോകും. പിന്നെ എന്താ പറയാ, പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഉറക്കം പോകും, ഭക്ഷണം കഴിക്കാൻ വിടും, എല്ലാം കൂടെ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിന്റെ പുറകെ പോകും. അപ്പം നമ്മൾ 11ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരത്തിൽ മാത്രമേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സുണ്ടാവുള്ളൂ. നല്ലൊരു മനസ്സിന് മാത്രമാണ് നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ ഈ ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിനെ അതിനു വേണ്ടിയിട്ട് ബലിയാടാക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ശ്രമിക്കണം. ഉറക്കം, ഭക്ഷണം, ചലനം എന്നിവ പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇത് ആ പ്രോബ്ലത്തെ നേരിടാനുള്ള നമ്മുടെ കഴിവിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. ആരോഗ്യകരമായ മനസ്സ് മാത്രമാണ് ആരോഗ്യകരമായി ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്രൈസിസ് വരുന്നതൊക്കെ വന്നോട്ടെ, പക്ഷെ നമ്മുടെ ഹെൽത്ത് കൂടെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കണം. ഇനി ആരെങ്കിലുമൊക്കെ അവരവരോട് തന്നെ സംസാരിക്കാറുണ്ടോ? സെൽഫ് ടോക്ക് ആരെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടല്ലോ. ചെയ്യുമല്ലേ? യെസ് യെസ്. സെൽഫ് ടോക്ക് ഇല്ലാണ്ട് എന്ത് നമ്മളില്ലേ? സെൽഫ് ടോക്കും ഉണ്ട്, ചെടികളോടും സംസാരിക്കും. അതെ അതെ. പൂവിട്ടില്ലെങ്കിൽ 2 വഴക്ക് പറയുക അല്ലെ? വെള്ളം ഒഴിച്ച് ഇത്ര ഞാൻ നോക്കിയിട്ട് എന്താ പൂ വരാത്തേന്ന് ചോദിക്കുക. വരുന്ന പുഴുക്കളെയൊക്കെ പിടിച്ചിട്ട് അവരെ വഴക്ക് പറയുക. അതുണ്ട്. എനിക്ക് ഞാൻ മിക്കവാറും ഈ പറഞ്ഞ പോലെ പറയും. എന്തോ പറയൂ. മര്യാദക്ക് കാഴ്ചയില്ലെങ്കിൽ വെട്ടിക്കളയൂന്ന് പറയും. അതെ. മാവിനെന്തോ മോതിരവളയിടുന്നു അങ്ങനെ എന്തൊക്കെ പറയൂല്ലേ? മാവ് കായ്ച്ചില്ലെങ്കിൽ റാണി മോതിരവളയിടുന്നു. മാം, എന്റെ ഒരു ട്രിവാൻഡ്രത്തുള്ള ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളിങ്ങനെ കായ്ക്കാത്ത മരങ്ങള് വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചൂലില്ലേ, ചൂല് കൊണ്ട് 2 അടി കൊടുത്തിട്ട് നീ മര്യാദക്ക് കാച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം തന്നെ വെട്ടെന്ന് പറയും. എന്നിട്ട് ഞാൻ ശരിയാ. കൗതുകം ഇങ്ങനെ കേൾക്കുമ്പോൾ നിനക്ക് വട്ടാണോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു. ചെടിയോടൊക്കെ സൂസൻ മാം പറഞ്ഞ പോലെ ഞാനും സംസാരിക്കും, പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ ചെയ്തു. അതാണ് സത്യമാ, പറയാം. സംഭവിക്കും. എനിക്ക് അനുഭവം ഉണ്ട്. ആൻഡ് ഐ ഡിഡ് ഇറ്റ്. ആൻഡ് അത് എന്റെ ബെഡ്റൂമിന്റെ പുറത്ത് തന്നെയുള്ള മാവാണ്, അത് കാച്ചു. ഞാനും ഒരിക്കൽ ചെയ്തതാ. അതെ. അപ്പൊ അനുഭവം നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവര് കേൾക്കുന്നുണ്ട്. ശരിക്കും നല്ല റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന ചെടികൾ ഒരുപാട് നന്നായി പൂക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ സെൽഫ് ടോക്ക്, എങ്ങനെയാണ് നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുന്നത്? നമ്മളെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുവാണോ, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ ഒന്നും ചെയ്യില്ല എന്നാണോ പറയുക? പ്രോത്സാഹിപ്പിക്കണം. എൻകറേജ് ചെയ്യുന്ന വേർഡ്സാ പറയുന്നത്. അതെ. ചെടിയൊക്കെ വഴക്ക് പറയുമെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുവല്ല. അപ്പൊ ഒരിക്കലും നമ്മള് ആരോടും നമ്മളോട് സ്വയം തന്നെ ഒരു നെഗറ്റീവ് ടോക്ക് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കൊക്കെ പോയിട്ടൊന്ന് സ്വയം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നല്ല കുട്ടിയാണ് കേട്ടോ, മിടിക്കുകയാണ് കേട്ടോ, നന്നായി ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന കാര്യം എന്റെ കാര്യം, രാവിലെ ഇന്ന് നല്ല കുട്ടിയായിട്ട് രാവിലെ എഴുന്നേറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക, അവരോട് സംസാരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കൊള്ളാലോ, ഇവളാള് പിടിക്കുകയാണല്ലോ, ഒന്ന് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാ. അപ്പൊ അതൊക്കെ ഒരു നല്ല നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണ്. അതുപോലെ തന്നെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ചീക്കി സുന്ദരിയായിട്ട് എന്ന് പറയുമ്പോ കൊള്ളാട്ടോ കാണാൻ, എത്ര പ്രായമൊന്നും തോന്നുന്നില്ല എന്ന് സ്വയം ഒന്ന് അങ്ങോട്ട് പറഞ്ഞേക്കുക. എന്നിട്ട് സർട്ടിഫിക്കറ്റിലെ വയസ്സ് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അതാരോടും പറയണ്ട. എപ്പോഴും ഒരു 25-30 വയസ്സിലൊക്കെ ഇങ്ങനെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതേപോലെ നല്ല പോസിറ്റീവായ സെൽഫ് ടോക്ക് അവനവനോട് തന്നെ നടത്തുക. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷയാണ് ശരിക്കും പറഞ്ഞ റിയൽ ആയിട്ടുള്ള നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത്.
എന്റെ മാഷ് എപ്പോഴും പറയാറുള്ളതാണ്, നീ ചിന്തിക്കുന്നതാണ് നിന്റെ ജീവിതം, അല്ലെങ്കിൽ നീ സംസാരിക്കുന്നതാണ് നിന്റെ ജീവിതം. അപ്പൊ നീ എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കൂ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എല്ലാത്തിനോടും പ്രതികരിക്കൂ, നിനക്ക് അത് തന്നെ തിരിച്ചു കിട്ടും. അപ്പം മാഷ് പറയുന്നത് ഞാൻ എപ്പോഴും ഒരു നല്ല ഒരു കൂടുതൽ ഇതോടുകൂടി എനിക്ക് അനുഭവങ്ങൾ കൊണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാനത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുക, നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, നമ്മളിലേക്ക് സന്തോഷം അട്രാക്ട് ചെയ്യും. നമ്മളെപ്പോഴും സങ്കടപ്പെട്ടോ ദുഃഖിച്ചോ ഇരുന്നാൽ നമ്മളിലേക്ക് ദുഃഖം മാത്രമേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക, നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ടു നടക്കുക. ഇതും നമ്മളുടെ ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ ഫ്ലെക്സിബിലിറ്റി വേണം. എപ്പോഴും ഒരേപോലെ ചിന്തിക്കാണ്ടിരിക്കുക. ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും വേണ്ട. നമ്മൾ പറയില്ലേ കുതിരക്ക് ഇങ്ങനെ എന്താ പറയാ, ലാടം കിട്ടുക എന്താ പറയില്ലേ, കുതിരയുടെ ഇവിടെ ഇങ്ങനെ എന്താ വെച്ചു കൊടുക്കും അല്ലെ. അപ്പൊ കുതിര പട്ട വയ്ക്കും. അതെ. അപ്പൊ കുതിര എന്താണ്, ആ ഒരൊറ്റ വഴി മാത്രമേ കാണുള്ളൂ. കുതിരയ്ക്ക് അപ്പുറവും ഇപ്പുറവും നോക്കാൻ പറ്റില്ല. കുതിര നോക്കിക്കഴിഞ്ഞാൽ വഴിതെറ്റി പോകുന്ന പറയാം. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ കണ്ട് എല്ലാം മനസ്സിലാക്കി പയ്യെ പയ്യെ എല്ലാം അംഗീകരിച്ചിട്ട് എന്താണ് എവിടെയൊക്കെയാണോ നമ്മുടെ ചിന്തകൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത് സാഹചര്യങ്ങൾക്കനുസരിച്ചും അനുഭവങ്ങൾക്കനുസരിച്ചും മാറ്റം വരുത്തിയിട്ട് നമുക്കങ്ങ് മുന്നോട്ട് പോവാം. അത് വേണം. എന്നാൽ മാത്രമേ റിജിഡ് തിങ്കിങ് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ഒറ്റ ഇതിൽ തന്നെ പിടിച്ചു നിന്നാൽ നമുക്കത് സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കും. നമുക്കത് സ്ട്രെസ് കൂടാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഫ്ലെക്സിബിൾ തിങ്കിങ് മാത്രമാണ് നമുക്കൊരു സൊല്യൂഷൻ കൊണ്ടുത്തരുള്ളൂ. അപ്പോൾ ഇത് മാത്രമാണ് വഴി എന്ന് വിചാരിക്കാതെ ഓൾട്ടർനേറ്റീവ് എന്താണുള്ളത് എന്നുകൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ ഫൈനാൻഷ്യൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ജോലി പോയി എന്ന് വെച്ചിട്ട് നമുക്ക് അത് കൊണ്ട് മാറ്റിക്കണം. നമുക്ക് ഓൾട്ടർനേറ്റീവ് വേ വേറെ ഉണ്ടാവും ഇല്ലേ. സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങുകയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ചെയ്യുകയോ, അങ്ങനത്തെ ഒരുപാട് വഴികളുണ്ട് നമുക്ക്. ഇപ്പൊ നല്ലൊരു കർഷകൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ മുമ്പത്തെ പോലെയല്ല. മുമ്പ് കർഷകർക്ക് അത്ര വിലയൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. നമ്മളൊക്കെ കർഷകരെ ബഹുമാനിക്കാൻ പഠിച്ചു അല്ലെ. ഞാൻ മുമ്പ് സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അഡ്വക്കേറ്റ് ആവണം, ബാങ്കിൽ ജോലി, അങ്ങനെ പല പല കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഞാൻ എന്റെ മോളുടെ സ്കൂളിലാണ് ആദ്യമായിട്ട് ഒരു കുട്ടി എനിക്ക് ഫാർമർ ആകണം എന്ന് പറഞ്ഞു കേട്ടത്. അത് എന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ ഇംപ്രസ് ചെയ്തു. കാരണം ഒരു കുട്ടി അങ്ങനെ ഒരു ഫാർമർ ആകണം എന്ന് എടുത്തു പറയണമെങ്കിൽ ആ വിദ്യാഭ്യാസം നൽകുന്നത് ഏറ്റവും ഉചിതമായ ഏറ്റവും ഉന്നതമായ മൂല്യം തന്നെയാണ്. കർഷകനെ ബഹുമാനിക്കാൻ അവൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുന്ന അന്നത്തെ കൂടെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എപ്പോഴും നമ്മുടെ ചിന്തകളിൽ എല്ലാ ഭാഗവും ഉൾപ്പെടുത്താനും അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്താനും കഴിയണം. ഇതാണ് ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഓരോ ചുവടും വെക്കുക. നമ്മുടെ പ്രോഗ്രസ് സ്ലോ ആയാലും കുഴപ്പമില്ല, പക്ഷെ വെക്കുന്ന ചുവടുകൾ എപ്പോഴും വളരെ സൂക്ഷിച്ച് കൃത്യമായി വെക്കാനായിട്ട് ശ്രമിക്കണം. ഡെയിലി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ചെറിയ ചെറിയ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വലിയ സക്സസ് കൊണ്ടുതരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ പ്രോഗ്രസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മളങ്ങ് പേടിക്കും. പേടിച്ചിട്ട് പിന്നെ എന്താ ചെയ്യുന്ന അറിയില്ല അല്ലെ. ആ പേടീനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്ന് പറഞ്ഞേ. പേടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് മാറിപ്പോവോ, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുവോ? എന്താ ചെയ്യാ? പേടിയുടെ കാരണം എന്താന്ന് കണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കും. ഓക്കെ, അതാണ് വേണ്ടത് ശരിക്കും. പേടിയെ നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. പേടിയെ നമ്മൾ പ്രവർത്തനമാക്കി മാറ്റുക, നമ്മുടെ ആക്ഷൻ ആയിട്ട് മാറ്റുക. എന്തിനെയാണോ നമ്മൾ പേടിക്കുന്നത് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൊണ്ട് പറ്റിയില്ല എന്ന് വരും. അടുത്ത പ്രാവശ്യം ചെയ്യൂ. 2 or 3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യുക മാത്രമല്ല, നമ്മൾ അതിൽ സ്കിൽഡ് ആയി മാറുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ലൈഫിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ നമുക്കതൊരു പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നിത്തടുന്നിടത്ത് നമ്മുടെ വിജയവും ആരംഭിക്കുന്നു. എന്നെ ഒന്നും അങ്ങനെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല, ഞാൻ ഇതൊക്കെ കുറെ കണ്ടതാ അല്ലെ, ഞാൻ ഇനി അങ്ങ് മുന്നോട്ട് പോകും എന്നങ്ങ് സ്വയം തീരുമാനിക്കുക. ഈ ഫിയറിനെതിരെയുള്ള ആക്ഷനാണ് നമുക്ക് പല കാര്യത്തിനും ക്ലാരിറ്റി ഉണ്ടാക്കി തരുന്നത്. സോറി.
ചെയ്യാൻ പേടിയുള്ള കാര്യത്തെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്യുന്നതാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിച്ചു തരുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണ്? ക്രൈസിസ് മാനേജ്മെന്റ്. ഒരു പ്രശ്നം വന്നു, ആകെ പെട്ട് നിൽക്കുക, ഇനി എന്താ ചെയ്യാന്ന് അറിയാതെ നിൽക്കരുത്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പ്രത്യാശ വേണം, ഹോപ്പ്, അല്ലെ? ഹോപ്പ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഹോപ്പ് ഉണ്ടായേ പറ്റുള്ളൂ, അല്ലെ? മുന്നിലൊരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു നല്ലത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വേണം. ഞാൻ ഇതൊക്കെ ഓവർകം ചെയ്ത് അവിടെ എത്തുമ്പോൾ എനിക്ക് നല്ലൊരു സ്പേസ് അല്ലെങ്കിൽ നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ജീവിതം എന്റെ മുന്നിലുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. ഇതും കടന്നു പോകും, അങ്ങനെ കേട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പം ഇതും കടന്നു പോകും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തരുള്ളൂ. ഒരു ഇരുണ്ട രാത്രി പോലും ശരിക്കും പറഞ്ഞ പ്രഭാതത്തോടെ അവസാനിക്കുന്നുണ്ടല്ലേ? രാത്രി ആവുമ്പോ നമ്മൾ വിചാരിക്കും നാളെ രാവിലെ നേരം വെളുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെ? പക്ഷെ നമുക്കറിയാം നമ്മുടെ പ്രതീക്ഷയാണ് നാളെ നേരം വെളുക്കും, നമ്മൾ എഴുന്നേക്കും, നമ്മളുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്, അല്ലെ? എത്രയോ വർഷത്തേക്കുള്ള പാക്കേജ് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സൂര്യൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ പ്രതീക്ഷയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മൾ അതിന്റെ പുറകെ പോവും, നമ്മൾ അത് ചെയ്യും എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് പ്രതിസന്ധിയെ പഠനമാക്കുക എന്നതാണ്. ഓരോ പ്രശ്നവും ചോദിക്കുന്നുണ്ട്, അതിൽ നിന്ന് നീ എന്താ പഠിച്ചത്, ഇല്ലേ? ഓരോ നമ്മുടെ പ്രോബ്ലംസും സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓരോ പ്രശ്നവും നമ്മുടെ ഓരോ ലെസൺസ് ആണ്, ഓരോ അധ്യായങ്ങളാണ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പാഠങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിനെ കൂടുതൽ ശക്തമാക്കാനും നമ്മളെ കൂടുതൽ ശക്തരാക്കാനും സഹായിക്കുന്നുണ്ട്. സെയിം മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും നമ്മളിത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രതിസന്ധി നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കുറച്ച് ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രതികരിക്കാൻ ശ്രമിക്കണം. നമ്മളോട് തന്നെ പ്രതികരിക്കുമ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റും. എന്തേ ചെയ്യാൻ പറ്റില്ല? നീ മറ്റുള്ളവരെ പോലെ തന്നെയാണ്. ഇപ്പൊ ലോകത്തുള്ള ഏത് കാര്യം ചെയ്യുന്ന ഒരാളെ പോലെ തന്നെയാണ് നീ. നിനക്കൊരു മാറ്റവും ഇല്ല. നീ അങ്ങനെ തന്നെയാണ്. നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നമ്മളോട് തന്നെ വളരെ ശക്തമായിട്ട് പറയുക. ഒരിക്കലും ഹാർഷായിട്ട് പറയരുത്. അത് ചെയ്യൂ, അങ്ങനെയല്ല. നിനക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്യും. നീ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളാ, പിന്നെയാണോ ഈ ഒരു കുഞ്ഞു കാര്യം? നിന്നെ കൊണ്ട് നടക്കും, നീ ചെയ്യും എന്നൊന്ന് സ്വയം പറയുക. അപ്പൊ നാളെ രാവിലെ ആക്കണേ, ഇത് രാത്രി കിടക്കുമ്പോ തന്നെ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം അവനോട് തന്നെ പറയണം കേട്ടോ, നിന്നെ കൊണ്ട് പറ്റുന്നേ, നീ എന്തിനെങ്ങനെ മടിച്ചു നിൽക്കുന്നേ, നിനക്കത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമ്മളെ തന്നെ സംസാരിച്ച് ആശ്വസിപ്പിച്ച് ദൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ നമ്മുടെ ജീവിത പ്രക്രിയയിൽ നമുക്കൊരു വിശ്വാസം വേണം. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ഒരു വിശ്വാസം വേണം. ഇതാണ് നമ്മുടെ 19ാമത്തെ പോയിന്റ്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാല് നമുക്ക് എല്ലാത്തിനും ആൻസർ ഉടനെ തന്നെ കിട്ടണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു പ്രവൃത്തി ചെയ്തു, നമുക്ക് നാളെ തന്നെ അതിന്റെ ഫലം കിട്ടുമോ? നമ്മൾ ചെടി വെക്കുന്ന കാര്യം പറഞ്ഞു, എത്ര ദിവസം കഴിയണം, അല്ലെ? ഒരു ചെടി വെച്ചാൽ അതിലൊരു പൂ വരുന്നതിന്, കായ് വരുന്നതിനൊക്കെ എത്ര ദിവസം കഴിയണം? നമ്മളിങ്ങനെ കാത്തിരിക്കണം, അല്ലെ? അതാ മുട്ട് വരുന്നുണ്ട്, 2 ഇല വന്നു, 3 ഇല വന്നു, പിന്നെ അതിലൊരു മുട്ട് വന്നു, പിന്നെ അതൊരു കായായി, അതിന്റെ ഫലം കഴിക്കാൻ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലൂബെറിയും പിന്നെന്താണ് വേറെ 1-2 പ്ലാന്റുകൾ ഇതേപോലെ വരുത്തിക്കുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു ഇതിലൊക്കെ കായുണ്ട്, കായായ ചെടിയാണ് അയക്കുന്നതെന്ന് പറഞ്ഞു. റാസ്ബെറിയും ബ്ലൂബെറിയാണ് വരുത്തിച്ചത്. പക്ഷെ വന്നപ്പോഴേക്കും കൊറിയറിലല്ലേ പുള്ളി ഇവിടെ എത്തി വന്നപ്പോഴേക്കും പിന്നെ കൊറിയറുകാർ 2 ദിവസം ലേറ്റ് ആക്കിയതൊക്കെ ചേർത്തിട്ട് ആള് വന്നപ്പോഴേക്കും അതിന്റെ കൂമ്പൊക്കെ വാടി കരിഞ്ഞു ഒക്കെ പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. കുട്ടി കുട്ടി മണികളുള്ള ബ്ലൂബെറിയുടെ കായ ഉണ്ടായിരുന്നു അതില്. അതൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോ വളരെ സങ്കടമായി. പക്ഷെ ഞാൻ അതിനെ 2 ദിവസം അതിന്റെ ഷോക്കൊക്കെ മാറാൻ വെച്ചു, അതിനെ നന്നായി നട്ടു, അതിന്റെ ടിപ്പൊക്കെ കട്ട് ചെയ്തു വെച്ചു കഴിഞ്ഞപ്പോ അതിലിപ്പോ ഇലകൾ വരാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് അതിനുണ്ടായിരുന്ന ഒരു പ്രോഗ്രസ് എനിക്ക് വളരെ സന്തോഷം നൽകി. ഇതുപോലെ തന്നെയാണ് നമുക്ക് സ്ലോ ആയിട്ട് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമുക്ക് ഫലം കിട്ടും. നമ്മൾ പറയും കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കണ്ട, അത് പുറകെ വന്നോളുന്നു. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഫലം
യെസ് ഇച്ഛിക്കുന്ന സമയത്താണ് കേട്ടിട്ടുണ്ട്. ഫലം ഇച്ഛിക്കുന്ന സമയത്താണ് നമുക്ക് അതിനോടൊരു മടുപ്പോ വിഷമമോ ഒക്കെ തോന്നുക. പറയൂ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ, ശരി. അപ്പം നമുക്ക് പേഷ്യൻസ് വേണം. നമ്മൾ ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കടമ നിർവഹിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ള ഫലം കിട്ടും. അപ്പം അത് ചെയ്യുക. ലൈഫ് ധീരെ ധീരെ ക്ലിയർ ആകുന്നു, അങ്ങനെയല്ലേ പറയാ? ആ അങ്ങനെ അത് നമ്മുടെ രീതിയിലേക്ക് എത്തിപ്പെടും. നമ്മൾ ശക്തമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക. പിന്നെ ഓരോ പ്രതിസന്ധിയും നമുക്ക് തരുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടിയൊന്നുമല്ല, തകർക്കാൻ വേണ്ടിയിട്ടല്ല തരുന്നത്, നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു റീബർത്ത് നൽകുകയാണ്. ഇപ്പൊ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഒന്നുമില്ല മുന്നോട്ട്, എല്ലാം തകർന്നു എന്നൊരു ഭാവത്തിൽ നമ്മൾ പലപ്പോഴും നിന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ കരകയറി വന്നിട്ടില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒരിക്കലും നമ്മൾ ആ ഒരു ക്രൈസിസിൽ നിന്ന് ഒരാളായിട്ട് തന്നെ തിരിച്ചു വരരുത്. നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല പുതിയ വ്യക്തിയായിട്ട് നമ്മൾ തിരിച്ചു വരാൻ ശ്രമിക്കണം. പ്രതിസന്ധി ഒരിക്കലും ഒരു അവസാനമല്ല, അത് വേഷം മാറി നിൽക്കുന്ന പുതിയൊരു തുടക്കമാണ്. നമ്മളെ ഒന്ന് വേഷമൊക്കെ മാറ്റി ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നമ്മളെ ഫ്രഷ് ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്ന ഒരു പഠനമാണ് അല്ലെങ്കിൽ ഒരു എക്സാം ആണ് എന്ന് മാത്രം വിചാരിക്കുക. ഇത് ഇപ്പൊ ഈ പറഞ്ഞ ഈ 20 പോയിന്റുകൾ എല്ലാം കൂടെ ചേർത്താൽ നമുക്ക് മനസ്സിലാകുന്നത് ഒറ്റൊരു കാര്യമാണ്: പ്രതിസന്ധി എന്നത് ഒഴിവാക്കാനാവില്ല. ആർക്കെങ്കിലും പറ്റുമോ? അത് പ്രതിസന്ധി വരുന്ന ഒഴിവാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒഴിവാക്കാമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, പറ്റില്ല. വന്ന് ഭവിക്കും. അതെ. പക്ഷെ അതിലൂടെ നമുക്ക് പഠിച്ച് വളരാൻ സാധിക്കും. നമുക്ക് വളരാനുള്ള ഒരു ഊർജം അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമൊക്കെ തരാനായിട്ട് ഈ പ്രതിസന്ധിക്ക് കഴിയും. അപ്പൊ പ്രതിസന്ധികളെ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടല്ല അയക്കുന്നത്, നമ്മളെ വെളിപ്പെടുത്താനാണ്, അല്ലെങ്കിൽ നമ്മളെ വീണ്ടും പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. അനിശ്ചിതത്വത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ജീവിതം നിശബ്ദമായി ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? നീ എന്താണ് ചെയ്യുക എന്ന്. അതിന് ഈ 3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തിയാൽ നമ്മുടെ ലൈഫ് വളരെ പക്വതയോടെ, മെച്യൂരിറ്റിയോടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പൊ കൊടുങ്കാറ്റിൽ നമ്മൾ പറയും, കൊടുങ്കാറ്റിൽ സ്ഥിരത പുലർത്താൻ പഠിച്ചാൽ ഓരോ പ്രതിസന്ധിയും നമുക്ക് ഓരോ ക്ലാസ് മുറിയായിട്ട് മാറുന്നു. ഓരോ വേദനയും ഓരോ അധ്യാപകനാണ്. ഓരോ പ്രോബ്ലംസും നമുക്ക് ഓരോ അധ്യായങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിലല്ല കാര്യമുള്ളത്, മറിച്ച് നിങ്ങൾ അതിൽ നിന്ന് എന്ത് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എന്ത് പഠിക്കുന്നു, അതാണ് നിങ്ങൾ നിർവചിക്കുന്നത്. ആ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതാണ് നിങ്ങളെ നിർവചിക്കുന്നത്. ഓരോ പ്രതിസന്ധിയും നമ്മളെ കൂടുതൽ ബുദ്ധിമാനും ബുദ്ധിമതിയും ശക്തരും എല്ലാം കൈകാര്യം ചെയ്യാനുള്ള കരുത്തും ഉണ്ടാക്കി തരുന്നുണ്ട്. അത്തരത്തിൽ ബുദ്ധിമാനും ശക്തിയും കൂടുതൽ കരുണയുള്ള മനുഷ്യരുമായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. അപ്പോ ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും എല്ലാവരിൽ നിന്നും. അപ്പോ ഒരിക്കൽ കൂടി ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന എല്ലാവർക്കും നന്ദി, സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച് റാണി മാം. താങ്ക് യു. ഈ ഒരു വിഷയത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ ഫീഡ്ബാക്ക് നൽകുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ റാണിജി, ഈ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും, ഞാൻ ഈ ഭയങ്കര എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല കേട്ടോ, ഭയങ്കര അല്ല ശരിക്കുള്ള ഉപയോഗിക്കുക കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻറ്റും വളരെ അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്ങനെയാണ് ക്രൈസിസ് ഹാൻഡിൽ എന്നുള്ളതൊക്കെ. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഏത് സംസാരിക്കുമ്പോഴും ഞാനൊരു റിയൽ ലൈഫ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയും. അപ്പോഴേ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ, അമേരിക്കയിൽ ഈ ഇറാഖ് വാർ വന്നതിന് ശേഷം, ഞാൻ അമേരിക്കയിലാണ്, ഇവിടുത്തെ പെട്രോളിന്റെ വില പണ്ട് ഒരു ഗാലന് $2.5 ഉണ്ടായിരുന്നത് ഇപ്പോഴും $4. $4.
എന്നിട്ട് ഇന്ത്യയിലാണെന്ന് വെച്ചാൽ പെട്രോൾ, റെഗുലർ പെട്രോളിൽ ഒരു പൈസ പോലും കൂട്ടിയിട്ടില്ല. പാകിസ്ഥാനിൽ അടുത്ത ദിവസം തന്നെ 55 രൂപ കൂടി. ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് പറയാൻ കാരണം ആ ക്രൈസിസ് നേരത്തെ മുൻകൂട്ടി അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഇത് ചെയ്താരണമാണ് റിസർവ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു 70 ദിവസത്തേക്കുള്ള പെട്രോൾ റിസർവ് ഉണ്ടെന്നുള്ളതൊക്കെ. അതാണ് ഒരു വലിയൊരു ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ളത്, ആന്റിസിപ്പേറ്റ് ചെയ്യുക. ആ റഷ്യൻ ഓയിലൊക്കെ കിട്ടുമ്പോൾ വാങ്ങിക്കുന്ന അത്രയും വാങ്ങിച്ച് അത്രയും സ്റ്റോർ ചെയ്താണ്. ഇനി അടുത്ത ക്രൈസിസ് വന്നത് എന്താണ്? LPG. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളായിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. LPG ക്രൈസിസ് വന്നപ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ആദ്യം ഉറപ്പുവരുത്തി എവിടെയാണ്? ഡൊമസ്റ്റിക് ഇതിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അവിടെ നാട്ടിൽ കുറേ പേരുണ്ട്. അവർക്ക് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ LPG ഒന്നുമില്ല? ഉണ്ട്, ഒരു പ്രശ്നമൊന്നുമില്ല, എല്ലാം ശരിയായി. അപ്പൊ അവിടെ പ്രയോറിറ്റൈസ് ചെയ്ത് കുറച്ച് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ഹോട്ടലെല്ലാം എല്ലാത്തിനും ഇത് അറിയും. കോവിഡ് സമയത്ത് 2.5 കൊല്ലം ഹോട്ടലെല്ലാം അടച്ചിരുന്നില്ലേ? റെസ്റ്റോറൻറ്റെല്ലാം അടച്ചിരുന്നില്ലേ? തിയേറ്ററെല്ലാം അടച്ചിരുന്നില്ലേ? ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഒരു ചെറുത് പറഞ്ഞാൽ ഉടനെ രാജിവെക്കണം. ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്രൈസിസ് ഉഗ്രനായിട്ട് മാനേജ് ചെയ്യുന്നത് പഠിക്കണമെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ എന്നാണ് പഠിക്കേണ്ടത്. ഇനി വീണ്ടും ഒരു പോയിന്റ് കൂടെ പറഞ്ഞത് നിർത്താം. ജീവിതത്തിലെ പല ക്രൈസിസും വരുമ്പോൾ അത് നേരിടാൻ കഴിയില്ലാത്തവരാണ് കുറെ പേരെങ്കിലും അവസാനം ആത്മഹത്യ ചെയ്യുന്നത്. ആരും സന്തോഷിച്ചിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ, വളരെ സന്തോഷമാണ്, ഞാൻ ഒന്ന് ആത്മഹത്യ കളയാം എന്ന് പറഞ്ഞാൽ ആരും പോകാറില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിൽ ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്. എവറി ഇയർ അമേരിക്കയിൽ 400ഓളം ഡോക്ടേഴ്സ് ദേ കമ്മിറ്റ് സൂയിസൈഡ്. അതിൽ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് ദം ആർ സൈക്കാട്രിസ്റ്റ്. ഞാൻ പറയുന്നത് ചെക്ക് ചെയ്തോളൂ, ഫാക്ട് ആണോ, ഇയാൾ വെറുതെ ഇവിടെ ഒന്ന് ചുമ്മാ ഗുണ്ടടിക്കുകയാണോ എന്നുള്ളത്. സോ ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ട്. പക്ഷെ ആത്മഹത്യ ചെയ്ത രാഷ്ട്രീയക്കാരനെ കാണാൻ അപൂർവമാണ് ഒരു രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം സ്ട്രെസ് മാനേജ്മെന്റും ഇതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ കണ്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടു പഠിക്കരുത് എന്ന് പറയാട്ടോ. അത് എന്റെ ഇതായിരിക്കാം. പക്ഷെ ഒരിക്കലും അത്രത്തോളം ഒരാളും താഴേക്ക് പോകരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അവർക്ക് ആൾക്കാർ ഒരു മനുഷ്യരോട് സിൻസിയറിറ്റി ഇല്ല, അവർ ചുമ്മാ പ്രകടനം. അതുകൊണ്ടാണ് ഇതാണ് ഈ ചിന്താഗതിയാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. അവർക്ക് തൊലിക്കട്ടിയാണ്, അവരുടെ തൊലിക്കട്ടി അപാരമാണ്. തൊലിക്കട്ടിയല്ല, മനക്കട്ടിയാണ്. പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ എവിടെന്നാ വരുന്നത്? ഈ സമൂഹത്തിൽ നിന്നാണ്. ആ രാഷ്ട്രീയക്കാർ വരുന്ന ആരാണ് അങ്ങോട്ട് അയച്ചത്? ഈ പറഞ്ഞ അനിൽ പോലെ നിങ്ങളൊക്കെ വോട്ടിട്ടിട്ടാണ് വരില്ല അധികാരത്തിൽ വരുന്നത്, ഇരിക്കുന്നത്. എന്നിട്ട് അവസാനം ഇത് ചെയ്യുമ്പോൾ നമ്മൾ കുറ്റം പറയും. നിങ്ങൾ മാറ്റണം. വേറെ എത്ര ഇതുണ്ടല്ലോ? ഇല്ല, ഞാൻ എന്റെ അപ്പൂപ്പൻ അന്ന് മുതലേ സർ മാറുന്നുണ്ട് സർ, സമൂഹം മാറുന്നുണ്ട്, ഒരുപാട് മാറണം. കേരളത്തിലാണ് ഏറ്റവും പ്രശ്നം. ഞാൻ ഊപ്പി ഉത്തർപ്രദേശിലെ ലിറ്ററസി റേറ്റ് വളരെ ലോ ആണ്. അവര് 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അവര് പരീക്ഷിച്ച് മാറ്റിയതാണ്. കോൺഗ്രസിനെ മാറ്റി, BJP മാറ്റി, SP കൊടുത്തു, BSP കൊടുത്തു. അവര് മാറ്റുന്നുണ്ട്. ഇവിടെ ഇല്ല. രാഷ്ട്രീയം നിർത്തിയാലോ? അല്ല, നിർത്തുന്നതിന് മുമ്പേ ഞാൻ പറയാം, ഇതില് ക്രൈസിസ് നമ്മൾ തന്നെ വരുത്തി വെക്കുകയാണ് കേരളത്തിലെ. അത് ശരിയാണ് സർ, നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വിഷയമായിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് രാഷ്ട്രീയം വേണ്ട, എന്തായാലും അത് നമ്മുടെ റാണിജി, ടു ബി ഫ്രാങ്ക്, രാഷ്ട്രീയം വേണ്ട. ഇവിടെ ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്നത് ഈ സബ്ജക്റ്റ് ആണ്, ക്രൈസിസ് ആണ്. അല്ല ശരിയാണ് സർ, പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാൻ ആ തോന്നലൊന്ന് മാറ്റിയെടുക്കണം. ഒന്ന് വിവേകമായിട്ടൊന്ന് ചിന്തിക്കാം, മാറി ചിന്തിച്ചാൽ മതി. രാഷ്ട്രീയവും ക്രൈസിസും നമ്മുടെ ജീവിതവും മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്നിനെ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നല്ല ഒരു സെഷൻ ആയിരുന്നു കേട്ടോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രൈസിസിനെ പറ്റി പറഞ്ഞ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് നല്ല ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാമെന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തു. അതിൽ എനിക്ക്
വളരെ ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഫ്യൂ തിങ്സ് ഉള്ളത്. അക്സെപ്റ്റ് ദ റിയാലിറ്റി, ദാറ്റ്സ് വെരി ഫസ്റ്റ് തിങ്. ദാറ്റ് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. പിന്നെ അതുകൂടാതെ പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. യു ഹാവ് ടു ബി ഹോപ്പ്ഫുൾ, പ്ലസ് യു ഹാവ് ടു ഹാവ് സെൽഫ് ടോക്ക് കൊടുത്ത് പോസിറ്റീവ് ടോക്ക് കൊടുക്കണം. പിന്നെ അറ്റാക്ക് ഓർ ഡീൽ വിത്ത് ഈച്ച് വൺ തിങ് അറ്റ് എ ടൈം റാദർ ദാൻ വലിയൊരു മൗണ്ടൻ ആയിട്ട് അതിനെ കാണാതെ ചെറുതായിട്ട് അറ്റാക്ക് ചെയ്ത് വർക്ക് ചെയ്യുകയും പിന്നെ at the end of it understand that they are not to break you, they are making you strong so that you are able to deal with it. അപ്പൊ ഇതൊക്കെ പിന്നെ സീക്ക് സപ്പോർട്ട്. നമ്മളെ കൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സപ്പോർട്ടും എടുക്കണം. അപ്പൊ അങ്ങനെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കുറെ സ്റ്റെപ്പുകൾ പറഞ്ഞു. ഇത് എല്ലാം എല്ലായിടത്തും ഇഫക്റ്റീവ് അല്ലെങ്കിലും കുറേയേറെ സംഭവങ്ങൾ പല കേസസിൽ നമുക്ക് ഇഫക്റ്റീവ് ആണ്. സോ യു ഹാവ് ഡൺ ഗുഡ് റിസർച്ച് and gave a lot of options for many of us to take from. So thank you very much and congratulations. Thank you, ma'am. Thank you, Susan, ma'am. Thank you very much. റാണി മാം, ഞാൻ ഹേമലത. പറയൂ. എക്സലന്റ് പ്രസന്റേഷൻ. ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ എന്നല്ല, ആ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് തന്നെ ഉള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസും എല്ലാം. പിന്നെ 19, 20 ഇങ്ങനെ പോയിന്റ് ചെയ്ത് ഓരോ കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോന്നും എഴുതി വെക്കാനുള്ള പോലത്തെ വരികളുമാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും വളരെ നന്നായിട്ട് മനോഹരമായിട്ട് അവതരിപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. താങ്ക് യു ഹേമ മാം. വെൽക്കം. റാണി മാം നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. എല്ലാ ക്രൈറ്റീരിയസും ഫോളോ ചെയ്തു. വളരെ പ്ലീസിങ് ആയിരുന്നു. സ്മൈൽ ഉണ്ടായിരുന്നു. നല്ല പ്ലസന്റ് ഫേസ് ആയിരുന്നു. സന്തോഷം. പിന്നെ നമ്മുടെ ഇൻട്രോ പറഞ്ഞ ഷഹനാസ് മാമിനും ഒരു കൺഗ്രാജുലേഷൻ. രണ്ടുപേരും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ. പിന്നെ 20 പോയിന്റ് നമ്മൾ മാനേജ് ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ ക്രൈസിസും മാനേജ് ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. നമുക്കങ്ങനെ സന്തോഷമായിട്ടൊരു ജീവിതം നയിക്കാൻ പറ്റും. ഓക്കെ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. റാണി മാഡം നല്ല പറയൂ. കണ്ടായിരുന്നു. പൂർണ്ണമായി ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് ഷഹനാസിന് ഒരു കൺഗ്രാജുലേഷൻ പറയാണ്. ആ ഭയവും കാര്യങ്ങളെല്ലാം മാറ്റിച്ച് നല്ലതുപോലെ ഒരു ഇൻട്രോ ചെയ്തു. വെരി ഗുഡ്. പിന്നെ പ്രസന്റേഷനെ സംബന്ധിച്ച് ട്രെയിനേഴ്സ് ടോക്കിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് കുറച്ച് നേരം ഒരു മണിക്കൂറൊക്കെ ആളിനെ പിടിച്ചിരുത്താനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രസന്റേഷനാണ് ഇപ്പം നടത്തിയത്. യു ആർ ഹാപ്പി ആൻഡ് എവറിത്തിങ് ഒക്കെ ഓക്കെ. എനർജിയുടെ ചെറിയ കുറവുണ്ടായിരുന്നു. അത് പക്ഷേ സബ്ജക്റ്റിൻ്റെ ആയിരിക്കും. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് കണ്ടന്റ് വൈസ് ആണ്. കണ്ടന്റ് വൈസ് എന്ന് പറയുന്നത് ഐ എം നോട്ട് അഗ്രി വിത്ത് യു. പറയുന്നതിനുള്ള കണ്ടന്റ് സെലക്ഷൻ, അതിൻ്റെ രീതി എടുത്തതല്ല. കാര്യം ക്രൈസിസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ക്രൈസിസ് എന്ന് പറയുന്നത് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതല്ല ക്രൈസിസ്. ആ ക്രൈസിസിന് മറ്റ് പല അർത്ഥങ്ങളും പല തലങ്ങളും പല മാനങ്ങളും ഉണ്ട്. അതിനകത്ത് കവർ ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട. നിങ്ങൾ പിന്നെ ഒരു ഇതുണ്ട് എങ്കിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ട്രെയിനേഴ്സിന് 1 മണിക്കൂർ സ്പെയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ വിശദമായ ഒരു തലങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് എനിക്ക് തോന്നി. ബാക്കി പ്രസന്റേഷൻ വൈസ് യുവർ ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. അടുത്ത സെഷനിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വീണ്ടും എന്താണ് പൂർവാധികം എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു വരും. അപ്പൊ ഇനി സഹിക്കണല്ലേ? അവതരണത്തിലുള്ള ക്രൈസിസ് ഒക്കെ മാറ്റിട്ട് വരാം അല്ലേ? അതെ. അവതരണത്തിൽ ക്രൈസിസ് ഇല്ല മാഡം, കണ്ടന്റിലേ ഉള്ളൂ. റാണി മാം, ഞാൻ മാൻസി ജോയ്. പറയൂ മാം. ജീവിത പ്രതിസന്ധികളെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മാം പറഞ്ഞു. അതിൽ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞില്ലേ, ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ ശാന്തരായിട്ടിരിക്കണം എന്ന്. എങ്ങനെ ശാന്തരാകാൻ സാധിക്കും എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സും കൂടി കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. സെൽഫ് ടോക്കൊക്കെ ഓക്കെ, വളരെ നന്നായിരുന്നു. ഓരോ പ്രതിസന്ധിയും റീബർത്താണ്, അതൊക്കെ ആക്സെപ്റ്റഡ്. പക്ഷെ നമ്മൾ എങ്ങനെ ശാന്തരാകും? അത് നമ്മളെ സ്വയം പഠിപ്പിക്കണം. ഇങ്ങനെ വരും ഇത് പ്രതിസന്ധികൾ. ഇതാണ് പറഞ്ഞ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞില്ലേ. പിന്നെ അപ്പൊ ആദ്യം നമ്മൾ പൊട്ടിത്തെറിച്ചാലും 2ഓ 3ഓ അനുഭവം വരുമ്പോ നമ്മൾ പതിയെ ശാന്തരാകുക. നമുക്ക് മനസ്സിലാവൂലേ?
നമുക്കറിയാവുന്ന റിലാക്സേഷൻ ഫസ്റ്റ് ടെക്നിക്സ് ഒക്കെ ഇഷ്ടം ടേണിലല്ല പോലെ മാൻസി ഉണ്ടല്ലോ. മാം, ആദ്യത്തെ ടേണിലല്ല, ഒരു 5 10 ആവുമ്പോ ശീലായിക്കോളെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ റിലാക്സേഷൻ ഓക്കെ ടെക്നിക്സ് നമുക്ക് ഉപയോഗിച്ചാൽ നല്ല എഫക്റ്റീവ് ആവും. അതെ അതെ. ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു മാം, എന്റെ അമ്മ ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ആ ചെയ്യുന്നു, ഉവ്വ് എന്നെ ഇല്ല കൊണ്ടത് പറ്റും. അതൊരു ഫാമിലി ഡൊമസ്റ്റിക് ഫൈറ്റിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ആ നമ്മള് അത് വേറെ അതെ, വേറെ വേറെ കാര്യം വേറെ സിറ്റുവേഷനിൽ അവളി പറഞ്ഞ ഓഫീസിലായാലും നമ്മൾ ആ വേറെ എന്തിലായാലും കുറച്ചു നേരം ഒന്ന് സൈലന്റ് ആയിട്ട് നിൽക്കുക, നമ്മളൊന്ന് മാറി നിൽക്കുക ഒരു സെക്കൻഡ്. അതിനുശേഷം ഓക്കെ, അതൊക്കെ ഒന്ന് പറഞ്ഞ ആളും ഒന്ന് ശാന്തനാവുന്ന സമയത്ത് നമുക്കത് തിരിച്ചു പറയാവുന്നതേ ഉള്ളൂ, എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ, ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം. താങ്ക് യു. താങ്ക് യു നാൻസി മാം. ഓക്കെ ഞാൻ മാം. എവിടെ ഇങ്ങനെ കേട്ടായിരുന്നു ഒരു 10 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ടെന്ന്. അതായത് നമുക്ക് ഒരാള് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഉടനെ റെസ്പോൺസ് കൊടുക്കാതെ, അത് ഒരാൾ നമ്മളെ എതിർക്കുന്ന കാര്യമാണേലും എന്താണേലും റെസ്പോൺസ് വേഗം കൊടുക്കാതെ ഒരു 10 സെക്കൻഡ് നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ചിന്തിക്കും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത്. ആ 10 സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അവിടെ കുറെ ക്രൈസിസ് ഒഴിവാക്കാം നമുക്ക്. ഓക്കെ ഓക്കെ ഈ ദാറ്റ്സ് ഗുഡ് ഐഡിയ. 10 താങ്ക് സെക്കൻഡ് യു റൂൾ ജേക്കബ് കൂടാതെ സർ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. കൗണ്ട് ഫ്രം 20 ബാക്ക്വേർഡ്സ്. 1 2 3 ഫോർവേഡ് എണ്ണരുത്, 20 ബാക്ക്വേർഡ് ആണ്. ബാക്ക്വേർഡ്സ് എണ്ണണം. അപ്പൊ അത് നമ്മള് കോൺഷ്യസ് ആയാലല്ലേ ബാക്ക്വേർഡ്സ് എണ്ണാൻ പറ്റത്തുള്ളൂ. സോ യു അതെ. ഗോ 20 19 അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ബാക്ക്വേർഡ്സ് എണ്ണുക. ഡിസഗ്രി ചെയ്യുകയാണ്. ഇത് ക്രൈസിസ് മാനേജ്മെന്റ് അല്ല, ബോട്ടിൽ നെക്ക് മാനേജ്മെന്റ് ആണ്. അല്ല, ഈ വലിയ പ്രതിസന്ധിയൊക്കെ ആണെങ്കിൽ എണ്ണം തന്നെ 1 തൊട്ട് 20 വരെ എണ്ണാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് 10 ഞാൻ സെക്കൻഡ് എന്ന് ഞാൻ പൊതുവെ ഇവിടെ അതായിരുന്നു സർ ഉദ്ദേശിക്കുന്നത് ആലോചിക്കുന്നത്. എണ്ണാൻ 20 വേണ്ടിയല്ല. അല്ല, ഞാൻ 100 വരെ എണ്ണിയിട്ട് അതിന് ശേഷം ഞാൻ അതേപോലെ തന്നെ പ്രതികരിക്കും. അതെ, അതാ പറഞ്ഞ ഇതൊരു ഞാൻ ബോട്ടിൽ എന്തായാലും നെക്ക്. ഓങ്ങി വെച്ചത് തന്നിരിക്കുമെന്നുള്ളതല്ലേ. അർച്ചനാമൻ പറഞ്ഞ വെച്ച് See, ഓങ്ങിയത് എന്തായാലും ഞാൻ കൊടുത്തിരിക്കുമെന്നുള്ളത്. see, കൊടുക്കാൻ ഉദ്ദേശിച്ചത് കൊടുത്തിരിക്കുക. ഇപ്പൊ 10 അല്ല 20 അല്ല എണ്ണി കഴിഞ്ഞാലും എനിക്ക് സമാധാനം കിട്ടില്ല. ആൻഡ് there are situations where I can't express. ചില see, everywhere we cannot express how we feel. ചില സ്ഥലത്തൊക്കെ we need to opt silence, smile ഒക്കെ വേണ്ടി വരും. പക്ഷെ ആ സമയത്തൊക്കെ വരുമ്പോ എന്താ പറയുക, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഭയങ്കര ഒരു പ്രഷർ നമുക്കുള്ളിലുണ്ടാവും. പണ്ടൊക്കെ ഐ യൂസ് ടു ക്രൈ. അപ്പൊ കരയുമ്പോ ആൾക്കാർ എനിക്ക് എന്നെ ആരും ചീത്ത പറട്ടാതെ, എന്നെ ചീത്ത പറട്ടല്ല, എനിക്ക് ചീത്ത പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കരയുന്നത്. ബിക്കോസ് ഐ കാണ്ട് എക്സ്പ്രസ്. ആ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്തത് അത് എന്നെ വെട്ടിക്കൊല്ലുന്ന പോലെയാണ്. സോ എവറിഥിങ് ഇസ് പോസിബിൾ, ബട്ട് ത്രൂ പ്രാക്ടീസ്, അതുപോലെ ക്ഷമ, കുറെ കാലം കൊണ്ട് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. 1 fine day you cannot change yourself. It might take time. ഈ പറഞ്ഞ ആൻഡ് പോലെ ഈ ഓൾസോ 20 മാം, ഓൾസോ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട എല്ലാ ടെക്നിക്സും എല്ലാവർക്കും വർക്ക് ചെയ്യത്തില്ല. വിച്ച് എവർ ഇല്ലില്ല, ഇസ് സിറ്റുവേഷൻ വർക്കിംഗ് ഫോർ യു, ആ ഓരോ സാഹചര്യം അനുസരിച്ച് അവരവർക്ക് സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്നത് അനുസരിച്ച് മാത്രം, അവരവർക്ക് വർക്ക് ചെയ്യുന്നത് മാത്രം ഉപയോഗിക്കുക. ദാറ്റ്സ് ഇറ്റ്. ആ സമയത്ത് ഏതാണോ ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് ഉപയോഗിക്കുക. ചിലപ്പോ പെട്ടെന്ന് പ്രതികരിക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും, ആ നേരത്ത് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പൊ കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കുക, അപ്പോഴായിരിക്കും അവിടെ ശാന്തത വരുന്നത്. അതപ്പൊ തന്നെ പ്രയോഗിക്കുക, അതിന് അതെ അതെ സൊല്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ സുസമ്മ പറഞ്ഞ പോലെ എല്ലാം എല്ലാവർക്കും വർക്ക്. യെസ് വേണം സർ. അർച്ചനാജി, ഞാൻ ഐ വുഡ് ലൈക്ക് ടു ഷെയർ എ ടിപ്പ് വിച്ച് ഐ ലേൺ ഫ്രം വൺ സീനിയർ എക്സിക്യൂട്ടീവ് ഹു റിട്ടയർഡ് ഫ്രം ദി ഹിന്ദുസ്ഥാൻ ലീവർ. എനിക്ക് പുള്ളിയുടെ നിന്ന് കിട്ടിയ ടിപ്പ് 40 വർഷത്തിന് മുമ്പ് കിട്ടിയതാണ്. അന്ന് ഞാൻ നാട്ടിലുള്ളപ്പോഴാണ്. പുള്ളി റിട്ടയർ ചെയ്തതിനു ശേഷം ട്രിവാൻഡ്രത്തും താമസിച്ചപ്പോൾ പുള്ളി ഒരു ദിവസം പുള്ളിയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാഷ്വലായിട്ട് പറഞ്ഞു, ഈ മീറ്റിങ്സിലും പലരും നിൽക്കുമ്പോൾ ചിലപ്പോൾ പുള്ളി അപ്സെറ്റായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ പുള്ളി ചെയ്യുന്ന വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാതെ പുള്ളി എക്സ്ക്യൂസ് മീ എന്ന് പറയും, ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞേച്ച് എന്നിട്ട് അവിടെ പോയിട്ട് തണുത്ത വെള്ളം മുഖത്ത് കുറച്ച് നേരം അടിച്ചിട്ട് അവിടെ ഒരു 2-3 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം താഴോട്ട് വരുമെന്ന്. അത് കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യത്തില്ല. എന്നിട്ട് നമ്മുടെ ആ മൂവിയിൽ സുരാജ് വെഞ്ഞാറമൂട് ബക്കറ്റ് പൊട്ടിക്കുന്ന പോലെ അല്ലേ വേണു സർ? ഏത് സിനിമയില്? സുരാജ് വെഞ്ഞാറമൂട്. ഐഡിയസ് ഉണ്ടോ സാർ ചോദിച്ചായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ, സുരാജ് വെഞ്ഞാറമൂട് കണ്ടില്ല. ഏതായാലും ഇത് എനിക്ക് വളരെ 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 ഇതായിട്ട് തോന്നി. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയം വളരെ മനോഹരമായി തന്നെ റാണി മാം ഹാൻഡിൽ ചെയ്തു.
ശരിക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊരു മനുഷ്യനും എന്തായാലും ലൈഫിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഈ പറഞ്ഞതൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. മാം പറഞ്ഞ ഓരോ പോയിന്റിലൂടെയും കടന്നു വരുന്നത് എല്ലാം അല്ലെങ്കിലും ഒരുവിധം എല്ലാ ഏരിയാസും എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. എടുത്ത തീരുമാനങ്ങൾ മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓ ഞാൻ എടുത്ത ആ തീരുമാനം എത്ര നന്നായി. അങ്ങനെ സോ മെനി തിങ്സ് വി ക്യാൻ റിലേറ്റ്. തീർച്ചയായിട്ടും നമ്മള് ആശുപത്രിയുടെ കേസ് പറഞ്ഞാല് വീണ്ടും നമുക്ക് കാണാം എന്നൊരിക്കലും ഒരു നേഴ്സ് പറയാറില്ല, ഡോക്ടർ പറയാറില്ല. അതുപോലെ ക്രൈസിസ് ആർക്കും വരാതിരിക്കട്ടെ, അതേ നമുക്ക് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ലൈഫ്. അതൊരു ജേർണിയിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് നമ്മൾ വാല്യൂ ചെയ്യാന്ന് പറയും അല്ലെ. നമുക്കൊരു ക്രൈസിസ് വന്ന് നമ്മൾ ബുദ്ധിമുട്ടിയെ തരണം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണോ കിട്ടിയിട്ടുള്ളത് അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ്. ആക്ച്വൽ മീനിങ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതാണല്ലോ. ക്രൈസിസ് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴാണ് വി വിൽ നോ വാട്ട് വി ആക്ച്വലി ഹാവ് ഇസ് എ ബ്ലെസ്സിങ് എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി അങ്ങനെ വരുന്ന ഓരോ ക്രൈസിസും നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് സ്ട്രോങ് ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഇത്രയും നല്ലൊരു ക്ലാസ് ഒരു സെഷൻ തന്നതിന് റാണി മാമിന് താങ്ക് യു. അതുപോലെ തന്നെ റാണി മാമിന് നല്ലൊരു ഫീഡ്ബാക്കിൽ ടൈം തന്നില്ല, 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തോട്ടെ. പറഞ്ഞോളൂ, ആരാണ്? അന്ന് പറഞ്ഞോളൂ സാർ, വേഗം. എനിക്ക് വേറെ സെഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഫീഡ്ബാക്ക് പറയാനായിട്ട് ഡിസ്കഷൻ ആയി. താങ്ക് യു. ഞാൻ 1 മിനിറ്റ് കൊണ്ട് വളരെ നന്നായിരുന്നു. ലാസ്റ്റ് 3-4 പോയിന്റേ ഉള്ളൂ. എനിക്കിവിടെ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിപ്പോ ഇതിന്റെ റെക്കോർഡ് എനിക്ക് കിട്ടും, ഫൈസൽ സാർ അയച്ചു തരും, കേട്ടോളാം. എങ്കിലും നന്നായിരുന്നു, റിച്ച് കണ്ടന്റ് ആയിരുന്നു എന്ന് മൊത്തത്തിൽ മനസ്സിലാവുന്നു ആ ലാസ്റ്റ് 3-4 പോയിന്റ് കേട്ടപ്പോൾ തന്നെ. പക്ഷെ ഒരു കാര്യം, പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവർക്ക് ജീവിത വിജയം. അതായത് എല്ലാ ജീവികളും പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മളെല്ലാം നിലനിൽക്കുന്നത് തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ്. അപ്പൊ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ഓരോ മാർഗമുണ്ട്. നമ്മൾ ജനിക്കുമ്പോ തന്നെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോ തന്നെ ഒരു പുതിയ പ്രതിസന്ധിയെ തരണം ചെയ്താണ് നമ്മൾ ജീവിച്ചത്, എല്ലാ മൃഗങ്ങളും. അപ്പൊ അതിനൊക്കെ ഓരോ കാരണങ്ങളും ഈ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എനിവേ ഡെൻ മാഡം, കണ്ടന്റ് ഒക്കെ റിച്ച് ആയിരുന്നു. പക്ഷേ ഈ ഹാൻഡ് പിന്നെ പോസ്റ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു കൈ ഇങ്ങനെ സൈഡിലേക്ക് ഒരു ട്രെയിനർ ചെയ്യാൻ പാടില്ല. ഒന്നീ കൈ ഉപയോഗിച്ചാൽ അതിന് പ്ലേ വേണം, മനസ്സിലായോ? അല്ലാതെ ഒരു സൈഡിലേക്ക് വെച്ച് ചെയ്യരുത്. ഒരു ഫീഡ്ബാക്ക് ആണ്, സോറി. ബാക്കിയെല്ലാം നിങ്ങളുടെ ചുണ്ടും കണ്ണും കൊണ്ട് നിങ്ങൾ പറയുന്നതിന്റെ പിന്നെ അർത്ഥം നിങ്ങൾ പ്രകടിപ്പിക്കാൻ യു ആർ എ വളരെ വെറ്ററൻ ട്രെയിനറാണ്. അതിനകത്ത് നിങ്ങൾ ചെയ്തു. പക്ഷെ കൈ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും മുഖത്ത് താങ്ങി വെക്കുകയോ സൈഡിൽ വെക്കുകയോ ഒന്നും ചെയ്യരുത് ഒരു ട്രെയിനർ. പിന്നെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ നോക്കി വായിക്കുകയാണേലും കാണുന്നവർക്ക് ധരിക്കരുത് നോക്കി വായിക്കുകയാണ്. നമ്മൾ അവർ കാണാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ പിന്നെ ഈ കഥ ഈ കർമ്മം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ ഈ കർമ്മണ്യയിലെ ഭഗവത്ഗീതയിലെ വാചകമൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു സംഭവകഥ ഉപയോഗിക്കാം. ഇതൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ അവർക്കൊരു ചേഞ്ച് ഓഫ് ഒരു ലേണിംഗ് ആവും. അപ്പൊ അതുകൂടെ ചെയ്താൽ നിങ്ങളൊരു വെറ്ററൻ ട്രെയിനർ ആവും. ഡെഫിനറ്റ്ലി. താങ്ക് യു. തീർച്ചയായിട്ടും സർ, അടുത്ത പ്രാവശ്യം ശ്രമിക്കും. താങ്ക് യു അനിൽ സർ. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രോ തന്ന ഷഹനാസ് മാമിന് ഒരുപാട് നന്ദി. ഇത്രയും നേരം ഇവിടെ പ്രസന്റ് ആയിരിക്കുകയും നല്ല രീതിയിൽ റെസ്പോൺസുകൾ നൽകുകയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഫീഡ്ബാക്ക് പറയാൻ ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരാം. ഗ്രൂപ്പ് വിൽ ബി ഓപ്പൺ. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ബുധനാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അന്നും ഇതുപോലെ എല്ലാവരും പ്രസന്റ് ആയിരിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു ഇന്ററാക്ഷനും അല്ല ഞാൻ കൂടെ നിന്നതിന് ഒരുപാട്